ഹരേ കൃഷ്ണ. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ആഴ്ചയിലെ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മെയ് 14-ാം തീയതി വ്യാഴാഴ്ചയും മെയ് 18-ാം തീയതി വെള്ളിയാഴ്ചയും ആണ്. ഈ 2 ദിവസങ്ങളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 14-ാം തീയതി പ്രദോഷമാണ്. വ്യാഴാഴ്ച വരുന്ന പ്രദോഷം ആയതുകൊണ്ട് തന്നെ അതിനെ കുബേര പ്രദോഷം എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ 14-ാം തീയതി രേവതി നക്ഷത്രവുമാണ്. അന്ന് രാവിലെ മുതൽ രാത്രി വരെയും രേവതി നക്ഷത്രമുണ്ട്. രേവതി നക്ഷത്രമുള്ള ദിവസം ഏതു സമയത്തും രേവതി നക്ഷത്ര വഴിപാട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ശുക്രഹോരയിൽ ചെയ്യുന്നതിന് കൂടുതൽ നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം ശുക്രഹോര വരുന്നത് രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാവുന്നതാണ്. സാധിക്കുന്നവർക്ക് ഈ സമയത്ത് രേവതി നക്ഷത്ര വഴിപാട് ചെയ്യാം. അതിന് സാധിക്കാത്തവർക്ക് നിങ്ങൾ എപ്പോഴാണ് ചെയ്യാൻ സാധിക്കുന്നത്, രാത്രിയോ എപ്പോഴാഴ്ച പറ്റുമോ ഏതൊരു സമയത്തും വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. മെയ് 15-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇടവ മാസം 1-ാം തീയതി. ഇടവ സംക്രമം വരുന്നത് മെയ് 1-ാം തീയതി വെള്ളിയാഴ്ച ആണ്. അന്ന് 30 വെള്ളിയാഴ്ച മാത്രമല്ല വിഷ്ണുപതി പുണ്യകാലവും ഈ ഒരു ദിവസം തന്നെയാണ്. വളരെ പ്രത്യേകത ഉള്ള ദിവസമാണ് മെയ് മാസം 15-ാം തീയതി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കൂടുതൽ നിങ്ങളുമായി എനിക്ക് ഇൻട്രാക്റ്റ് ചെയ്യാനും ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് കുബേര പ്രദോഷ ദിവസം ചൊല്ലേണ്ട നാമം എന്താണെന്ന് നോക്കാം. പ്രദോഷം എന്ന് പറയുമ്പോൾ തന്നെ ശിവപാർവതി പ്രീതിക്ക് ഉത്തമമായ ഒരു വ്രതമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പ്രദോഷം എന്ന് പറയുന്നത് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷ വ്രതം എടുക്കുന്നത്. കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും പ്രദോഷം അനുഷ്ഠിക്കാവുന്നതാണ്. മാസത്തിൽ ഒരു പ്രദോഷമായിട്ടും നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. പ്രദോഷത്തിൽ തിങ്കൾ പ്രദോഷവും അതുപോലെ ശനി പ്രദോഷവും വളരെയധികം പ്രാധാന്യമുള്ള പ്രദോഷമാണ്. അത് അപൂർവമായി മാത്രമാണ് വരാറുള്ളൂ. വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒന്നുകൂടിയാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത്. പ്രദോഷവ്രതം ഭക്തിയോടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ സർവ്വപാപവും നശിച്ച് ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാവുകയും ആയുരാരോഗ്യവും സൽകീർത്തിയും കുടുംബത്തിൽ സന്തോഷവും സന്താന സൗഭാഗ്യവും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ളതാണ്. ത്രയോദശിയിലെ പ്രദോഷ സന്ധ്യയിൽ കൈലാസത്തിൽ ഭഗവാൻ പാർവതീദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുന്നിൽ ആനന്ദ നടനമാടുന്നു എന്നാണ് സങ്കല്പം. ഈ സമയത്ത് സരസ്വതി ദേവി വീണ വായിക്കുകയും ബ്രഹ്മാവ് താളം പിടിക്കുകയും ദേവേന്ദ്രൻ പുല്ലാങ്കുഴൽ ഊതുകയും മഹാലക്ഷ്മി ഗാനം ആലപിക്കുകയും ഭഗവാൻ മഹാവിഷ്ണു മൃദംഗം വായിക്കുകയും നന്ദിയും നടനം ചെയ്യുകയും സ്തുതിപാഠകർ സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ ഗന്ധർവ യക്ഷ കിന്നരന്മാരും അപ്സരസുകളും എല്ലാവരും ഭഗവാനെ സേവിച്ചു നിൽക്കുന്നൊരു സമയമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. ഈ സമയത്ത് എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശിവപാർവതിമാർ വളരെയധികം പ്രസന്നരായിരിക്കുന്ന ത്രയോദശി സന്ധ്യയിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാന്റെ ദേവിയുടെയും മാത്രമല്ല എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും ആണ് പറയപ്പെടുന്നത്. പ്രദോഷ സന്ധ്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള 1.5 മണിക്കൂറും സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള 1.5 മണിക്കൂറുമാണ്. അതായത് ഇപ്പോൾ 6 മണിക്ക് ആണ് സൂര്യൻ അസ്തമിക്കുന്നതെങ്കിൽ 4:30 മണി മുതൽ 6 മണി വരെയും 6 മണി മുതൽ 7:30 മണി വരെയും ഉള്ള സമയമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. വ്രതമെടുക്കുന്നവർ തലേന്ന് തന്നെ വ്രതമെടുക്കാൻ തുടങ്ങണം. തലേന്ന് ഒരിക്കലാണ് പ്രദോഷ ദിവസം ഉപവസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി മറ്റ് യാതൊരുവിധ ദുഷ്ചിന്തകളും ഇല്ലാതെ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭഗവാനെ ദർശനം നടത്തുന്നതും ശിവഭഗവാന് കൂവള ഇലകൾ സമർപ്പിക്കുന്നതും നന്ദി ഭഗവാന് കറുക സമർപ്പിക്കുന്നതുമൊക്കെ വളരെ നല്ല ഫലങ്ങൾ നൽകും. ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും വീട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും.
ഈ ഒരു ദിവസം നമുക്കറിയാവുന്ന ഏതൊരു ശിവനാമങ്ങളും ചൊല്ലാവുന്നതാണ്. 308 പ്രാവശ്യം ഓം നമഃ ശിവായ ചൊല്ലാവുന്നതാണ്. ഈ പ്രാവശ്യം വ്യാഴാഴ്ച വരുന്ന പ്രദോഷമായതുകൊണ്ട് തന്നെ 108 തവണ ശിവഗായത്രി ചൊല്ലാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ചൊല്ലാവുന്നതാണ്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര പ്രചോദയായ രാവിലെ ചൊല്ലാം, അല്ലെങ്കിൽ പ്രദോഷ സന്ധ്യയെ ചൊല്ലാവുന്നതാണ്. മറ്റേതൊരു നാമങ്ങൾ ചൊല്ലുന്നവരാണെങ്കിലും ഈ ഒരു ശിവഗായത്രി മന്ത്രം ഈ ഒരു ദിവസം ചൊല്ലുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നവർക്ക് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ ഉള്ള സമയത്ത് ലക്ഷ്മി കുബേര പൂജ ചെയ്യാവുന്നതാണ്. വൈകുന്നേരം ചെയ്യാൻ സാധിക്കാത്തവർക്ക് രാവിലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വെള്ളിയാഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇടവ സംക്രമം നടക്കുന്നത് സമയത്ത് വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 6:21 ഒരു 21 മിനിറ്റാണ്. അതായത് സൂര്യൻ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. രാവിലെ 6:21 എന്ന് പറയുന്ന 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യുന്നവർക്ക് അത് രാവിലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തായാലും നിലവിളക്ക് നമ്മൾ കൊളുത്തിയിരിക്കും. ഇനിയിപ്പോൾ നിലവിളക്ക് അതിനു മുൻപ് കൊളുത്താത്തവരാണെങ്കിൽ ഈ സമയം നോക്കി കൊളുത്താവുന്നതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ആ ഒരു ദിവസം കൂടിയാണ് മെയ് 15-ാം തീയതി വെള്ളിയാഴ്ച. ഒരു വർഷം 4 തവണയാണ് വിഷ്ണുപതി പുണ്യകാലം വരാറുള്ളത്. ഓരോ 3 മാസം കൂടുമ്പോഴും സൂര്യൻ സ്ഥിരരാശികളായ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം രാശികളിലേക്ക് കടക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഈ പ്രാവശ്യം ഇടവൻ രാശിയിലേക്കാണ് സൂര്യഭഗവാൻ പ്രവേശിക്കുന്നത്. ഈ ഒരു ദിവസം വിഷ്ണു പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും മഞ്ഞപ്പുഷ്പം, തുളസി ഇലകൾ ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും നേദ്യം സമർപ്പിക്കുന്നതും ഐശ്വര്യവും പ്രശസ്തിയും ധനവും മോക്ഷവും എല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് വിഷ്ണുപതി പുണ്യകാലം? നമ്മൾ അന്നത്തെ ദിവസം എന്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതികാലെ രാവിലെ ഒരു 2 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. 1:30 മണി മുതൽ 10:30 മണി വരെയുള്ള സമയമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ, ഇനിയിപ്പോൾ വീടിനടുത്ത മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരമൂർത്തി ക്ഷേത്രത്തിലും നമുക്ക് രാവിലെ 10:30 തന്നെ പോയി അവിടുത്തെ കൊടിമരത്തെ പ്രദക്ഷിണം വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ കൊടിമരം ഉണ്ടാകില്ല. അപ്പോൾ ഉള്ള ക്ഷേത്രങ്ങളിൽ 27 തവണയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കേണ്ടത്. 27 തവണ പ്രദക്ഷിണം വെക്കുമ്പോഴും മന്ത്രോച്ചാരണത്തോടു കൂടിയായിരിക്കണം. 27 പുഷ്പങ്ങൾ, വെളുത്ത പുഷ്പങ്ങൾക്ക് മുല്ലപ്പൂവോ നന്ദ്യാർവട്ടമോ കയ്യിൽ വെച്ചിട്ട് അത് കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പ്രദക്ഷിണം വെക്കാൻ. ഇനിയും വെളുത്ത പുഷ്പം കിട്ടിയില്ല എന്ന് കരുതി നിങ്ങളിത് ഒഴിവാക്കരുത്. നമുക്ക് അത് വെളുത്തത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് കളറിലെ പൂവാണോ കിട്ടുന്നത് അത് കൊണ്ടുപോയാൽ മതി. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പുഷ്പം അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ 27 പൂക്കൾ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ഒന്ന്, ഭഗവാന് നമ്മൾ അവിടെ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. രണ്ടാമത് 27 തവണ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ എണ്ണിക്കൊണ്ട് നമ്മുടെ ചിന്ത മാറിപ്പോകാതിരിക്കാൻ ഈ 27 പൂക്കൾ സമർപ്പിക്കുമ്പോൾ കറക്റ്റാണല്ലോ. അല്ലെങ്കിൽ നമ്മളത് എണ്ണാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും. അപ്പോൾ ആ ഒരു കൃത്യതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ 27 പുഷ്പങ്ങൾ സമർപ്പിക്കണം എന്ന് പറയുന്നത്. അത് ഒരു വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭഗവാന് സന്തോഷം തോന്നുന്നതാണ്. നമ്മൾ വേഗം പ്രീതിപ്പെടും. 27 തവണ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. അപ്പോൾ 27 പുഷ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ കൂളായിട്ട് ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ മന്ത്രോച്ചാരണത്തോടുകൂടി 27 തവണ നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ ചെറിയ മന്ത്രങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്നത് ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ 27 തവണ ഓം നമോ
പിന്നെ ഭഗവതി വാസുദേവായ ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചൊല്ലാവുന്നതാണ്. മഹാലക്ഷ്മിയെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവരാണ് തീർച്ചയായും ലളിതം ശ്രീധരം എന്ന് ചൊല്ലാവുന്നതാണ്. 27 തവണ പ്രദക്ഷിണം വെച്ചിട്ട് ക്ഷേത്രത്തിൽ ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ സൈഡിൽ മാറി ഇരിക്കണം. ഒരു 108 തവണ ലളിതം ശ്രീധരം ചൊല്ലിയിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഒരു പാൽപ്പായസം കഴിച്ചാൽ വളരെ ഉത്തമം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 108 തവണ ചൊല്ലുക. ലളിതം ശ്രീധരം എന്ന് 108 തവണ ചൊല്ലുക. ഭഗവാൻ 27 പൂക്കൾ സമർപ്പിക്കുക. വീടിനടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രദക്ഷിണം വയ്ക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ പുണ്യം. ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കുന്നത് രാവിലെ 10:30 തന്നെ ചെയ്യണം കേട്ടോ. കാരണം അതികാലം 1:30 മണി മുതൽ 10:30 മണി വരെയാണ് വിഷ്ണുപതി പുണ്യകാലം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്ധ്യയ്ക്ക് ലക്ഷ്മി പൂജയാണ് ചെയ്യേണ്ടത്. ലക്ഷ്മി പൂജ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഏതൊരു സമയത്തും വെള്ളിയാഴ്ച വരുന്ന ശുക്രഹോരയിൽ, അതായത് രാത്രി നമുക്കത് ചെയ്യാവുന്നതാണ്. അത് ശുക്രഹോരയിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ 2 ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. എന്ത് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യണം. കാരണം അത്രയും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. യാതൊരു മാറ്റവും ഉണ്ടാകരുത്. ആ ക്ഷേത്രത്തിൽ പോയി 27 പ്രദക്ഷിണം വെച്ച് 27 പുഷ്പം അർപ്പിക്കുന്ന കാര്യം നിങ്ങൾ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യണം 10:30 മുന്നായിട്ട്. കാരണം അങ്ങനെ ഒരു വലിയ കാര്യം സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സമർപ്പിച്ച് ചെയ്യുകയും എനിക്കൊരു വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും സാധിക്കട്ടെ. നമുക്ക് ശരീരശുദ്ധിയുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യണം. അത്രമേൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും പറ്റുന്നില്ല, ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി വീട്ടിലിരിക്കുക. ലളിതം ശ്രീധരം ചൊല്ലാൻ മറക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ മണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനുമുള്ള ഒരു വലിയ പരിഹാരമാണ്. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കാരണം സമ്പത്താണല്ലോ നമ്മുടെ എല്ലാത്തിനും പ്രശ്നം. നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം അത് ഒഴിവാക്കാൻ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വരദാനമായി തന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഈ വിഷ്ണുപതി പുണ്യകാലം. വെള്ളിയാഴ്ച ലക്ഷ്മി പൂജകൾ ഒരു കാരണവശാലും ശരീരശുദ്ധിയുള്ളവർ മുടക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അവസരങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം വളരെ അധികം അത്ഭുതകരമായ രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പം ഈ ഒരു ദിവസവും നിങ്ങൾ നഷ്ടപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ പറഞ്ഞിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പൈസ ചിലവൊന്നുമുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ വളരെ ഭക്തിയോടു കൂടി തന്നെ ചെയ്യുക. വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. എവിടെയെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കേട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പം എല്ലാവരും ഈയുള്ള വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പൂജയും വഴിപാടുകളും നാമജപങ്ങളുമായി സർവ്വ ഐശ്വര്യങ്ങൾ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ.